ഹായ്, ഹിറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളൊന്ന് നോക്കുന്നത് അരുണാചൽ പ്രദേശ് സ്പെഷ്യാലിറ്റീസ്, അരുണാചൽ പ്രദേശിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നാണ് അരുണാചൽ പ്രദേശ് എന്നത്. NEFO മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. NEFO എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി, ആ മേഖലയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 83,742 കിലോമീറ്റർ സ്ക്വയറാണ് ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 13,83,742 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, ടോട്ടൽ പോപ്പുലേഷൻ. ഇതിൻ്റെ അതിർത്തികൾ എന്ന് പറയുന്നത് തെക്ക് ആസാം, നാഗാലാൻഡ്, പടിഞ്ഞാറ് ഭൂട്ടാൻ, കിഴക്ക് മ്യാൻമാർ എന്നിങ്ങനെയാണ് അതിർത്തികൾ പങ്കിടുന്നത് അരുണാചൽ പ്രദേശ്. പണ്ട് കാലത്ത് അരുണാചൽ പ്രദേശ് ഗോത്രവർഗ്ഗക്കാരുടെ കയ്യിലായിരുന്നു. ഇപ്പോഴും അവിടെ 20-ലേറെ ഗോത്രങ്ങളും 100-ലേറെ ഉപഗോത്രങ്ങളും ഇപ്പോഴും അവിടെ വസിക്കുന്നുണ്ട് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് എന്ന വാക്കിൻ്റെ അർത്ഥം ഡോൺലൈറ്റ് പർവ്വതനിരകളുടെ നാട് എന്നാണ് അരുണാചൽ പ്രദേശ് എന്ന വാക്കിൻ്റെ അർത്ഥം. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗറാണ്. അതോടൊപ്പം അവിടുത്തെ ഏറ്റവും വലിയ നഗരവും ഇറ്റാനഗർ തന്നെയാണ്. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗർ. അരുണാചൽ പ്രദേശിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1962 ഇത് ചൈന ചില ഭാഗങ്ങൾ ഇത് കൈവശപ്പെടുത്തിയും ഒരു തർക്കഭൂമിയായിരുന്നു അരുണാചൽ പ്രദേശ് എന്നത്. ചൈന പറയുന്നത് ഇത് ചൈനയുടെ ഭാഗമാണെന്നും എന്നാൽ ഇന്ത്യ പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണെന്നും അങ്ങനെ ഒരു തർക്കഭൂമി ആയതുകൊണ്ട് തന്നെ 1962 ചില പ്രദേശങ്ങൾ ചൈന കൈയടക്കുകയും പിന്നീട് അത് വിട്ടുകൊടുക്കുകയും ചെയ്തു. അതേ തുടർന്ന് 1972 ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാക്കി പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ത്യ. 1972 ജനുവരി 21 ഇത് കേന്ദ്രഭരണ പ്രദേശമാക്കി. പിന്നീട് 15 വർഷങ്ങൾക്ക് ശേഷം 1987 ഫെബ്രുവരി 20 ഇതിനെ സംസ്ഥാനമാക്കുകയും ഇറ്റാനഗറിനെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അരുണാചൽ പ്രദേശ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.